ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറിയും ആ കൗൺസിലിലെ സുപ്രീം ലീഡറുടെ പ്രതിനിധിയുമായിട്ടുള്ള മൊഹ്സൻ റസായി കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യമായിട്ട് ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: നമ്മൾ NPT കരാറിൽ ഒപ്പുവെച്ചു. NPT എന്ന് പറഞ്ഞാൽ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന അന്താരാഷ്ട്ര കരാറാണ്. ആ കരാറിൽ ഇറാൻ വളരെ കൃത്യമായി തന്നെ ഒപ്പുവെച്ചിരുന്നു. അത് മാത്രമല്ല, ഏകദേശം 20 വർഷത്തോളം നമ്മൾ അവരുടെ പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമായി എന്ന് റസായി ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ അവർക്കെല്ലാം തുറന്നു കാണിച്ചു. പക്ഷേ ഇതൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവും ഉണ്ടായില്ല. ഈ NPTയും ഈ പറയുന്ന ഇൻസ്പെക്ഷനും ഒന്നും നമ്മളെ ഒരു ഘട്ടത്തിലും രക്ഷിച്ചില്ല. എങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഒരു ബോംബ് ഉണ്ടാക്കിയില്ല? ഇതാണ് അദ്ദേഹം വളരെ പരസ്യമായിട്ട് ലോകത്തോട് ചോദിച്ചത്. നമ്മൾ ഇത്രയൊക്കെ സഹകരിച്ചിട്ടും നമ്മൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കിക്കൂടാ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. വൈദ്യ ആവശ്യങ്ങൾക്കോ മറ്റു സിവിലിയൻ കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് തങ്ങൾ ആണവ പദ്ധതികൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്ന ഇറാനാണ് ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ആണവായുധ ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റസായുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. സിവിലിയൻ പ്രോഗ്രാം എന്ന നിലപാടിൽ നിന്ന് ബോംബുണ്ടാക്കിയാൽ എന്താണ് എന്ന ചോദ്യത്തിലേക്ക് അവരെ പെട്ടെന്ന് മാറിയിരിക്കുന്നു. ഈ ഒരു നിലപാട് മാറ്റം വെറുതെ ഉണ്ടായതല്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തുടങ്ങിവെച്ച യുദ്ധം ഇറാനെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ആ യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം. എങ്കിലും അതിന് നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇറാന് ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന യുദ്ധം അവസാനം ഇറാനെ കൊണ്ട് തന്നെ ആണവായുധം ഉണ്ടാക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ട്രംപിന്റെ യുദ്ധം ലക്ഷ്യമിട്ടതിന് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയതെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇതിന്റെ കൂടെ തന്നെ വേറെയും വലിയ ഭീഷണികൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ കയറ്റുമതി തടയുമെന്ന ഭീഷണിയാണ്. ട്രംപിനൊപ്പം ചേർന്ന് സാമ്പത്തിക ഉപരോധങ്ങളിലോ മറ്റു സമ്മർദ്ദങ്ങളിലോ പങ്കുചേരുന്ന രാജ്യങ്ങൾക്കെതിരെ ഹോർമുസ് വഴി ഒരു തുള്ളി എണ്ണ പോലും കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് അവരെ വളരെ വ്യക്തമായിട്ട് ഭീഷണി മുഴക്കുന്നുണ്ട്. ഇത് ലോകത്തെ സംബന്ധിച്ചിട്ട് വലിയൊരു പ്രശ്നമാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അരാഗ്ചി ഈ ഉപരോധങ്ങളെ വിശേഷിപ്പിച്ചത് തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു വാക്കിലൂടെയാണ്. അദ്ദേഹം പറഞ്ഞത് ഉപരോധം എന്നത് വെറും ഗുണ്ടായിസമാണ് എന്നും ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ആശയക്കുഴപ്പത്തിന്റെയും ഗതികേടിന്റെയും തെളിവാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇതിനൊക്കെ പുറമെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ലോകത്തോട് പറയുന്നുണ്ട്. അമേരിക്കയുടെയോ മറ്റാരുടെയെങ്കിലുമോ ഭാഗത്തുനിന്ന് തങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അതിനെ നേരിടാൻ ഒന്നിലധികം റെസ്പോൺസ് സിനാരിയോകൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് ഗാർഡ് പറയുന്നത്. ഇതിനൊപ്പം തന്നെ ഉപരോധങ്ങളെ മറികടക്കാൻ മാത്രമല്ല, വാഷിംഗ്ടണിൽ നിന്ന് മാറി മറ്റു പുതിയ വ്യാപാര വഴികൾ തുറക്കാനും തങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഡാറ്റ കൂടിയുണ്ട്. ഇറാന്റെ മിസൈൽ പ്രൊഡക്ഷൻ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് 40 ദിവസത്തെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഡ്രോൺ പ്രൊഡക്ഷൻ 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇറാനിയൻ ടെലിവിഷൻ കാണിച്ച ഒരു അണ്ടർഗ്രൗണ്ട് ബാലിസ്റ്റിക് മിസൈൽ പ്രൊഡക്ഷൻ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപരോധങ്ങൾ എന്ന് US ട്രഷറി സെക്രട്ടറി പറഞ്ഞതിനെയും അതുപോലെ ട്രംപ് അതിനെ കളിയാക്കി വിളിച്ചതിനെയും അവരൊട്ടും ഭയക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇറാൻ വെനിസ്വേലയെ പോലെ ആകുമെന്നാണ് അമേരിക്ക കരുതിയതെന്ന് ഇറാൻ പ്രസിഡന്റ് തന്നെ പറയുകയുണ്ടായി. പക്ഷേ വെനിസ്വേല മോഡൽ എന്നത് വെറുമൊരു വാക്കല്ല. കാരണം അതിനിടയിൽ ഒരു രഹസ്യ പദ്ധതി കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന യുദ്ധങ്ങളും പരസ്യമായിട്ടുള്ള ഭീഷണികളും മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ രഹസ്യ പദ്ധതി എന്തായിരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാകുക. ഇവിടെയാണ് അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള പെപ്പെ എസ്കോബാർ ഒരു അഭിമുഖത്തിൽ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ എല്ലാം ഇറാനിൽ പരാജയപ്പെട്ടതിന് ശേഷം ട്രംപ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. സൈനിക പരാജയത്തിന് ശേഷം അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ബി തയ്യാറാക്കിയിരുന്നു. ആ പ്ലാൻ ബി എന്ന് പറയുന്നത് വെനിസ്വേല മോഡൽ എന്ന് വിളിക്കാവുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു. വെനിസ്വേലയിൽ എന്ത് മോഡലാണോ അവർ പ്രയോഗിച്ചത് അതേ വെനിസ്വേല മോഡൽ ഇറാനിലും നടപ്പിലാക്കാനായിരുന്നു ട്രംപിന്റെ ശ്രമം എന്ന് പറയുന്നത്. അതായത് പുറത്തു നിന്ന് സൈനികമായിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇറാന്റെ ഏറ്റവും ശക്തരായിട്ടുള്ള IRGC നേതാക്കൾക്ക് വലിയ തുക കോഴ നൽകി അവരെ വിലക്കെടുക്കാനായിരുന്നു
ആയിരുന്നു ട്രംപിന്റെ ഈ പ്ലാൻ ബി എന്ന് പറയുന്നത്. ബില്യൺ കണക്കിന് ഡോളറാണ് IRGC നേതാക്കൾക്ക് കോഴയായിട്ട് നൽകാൻ ട്രംപ് അന്ന് തീരുമാനിച്ചത്. ഭരണകൂടത്തെ ഉള്ളിൽ നിന്ന് തന്നെ പണം കൊടുത്ത് തകർക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്ലാൻ ആയിരുന്നു ഇത്. ഇതിനു വേണ്ടിയിട്ട് അവർ ആദ്യം പാകിസ്ഥാൻ ജനറൽ മുനീർ വഴി ഡീല് നടത്താനാണ് ശ്രമിച്ചത്. പാകിസ്ഥാൻ ഒരു മധ്യസ്ഥൻ മാത്രമാണ് എന്നും ഇറാനിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു കാര്യത്തിലും പങ്കുചേരാൻ താല്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അമേരിക്കയെ വളരെ കൃത്യമായിട്ട് തന്നെ തിരിച്ചയച്ചു. ജനറൽ മുനീർ അത് നിരസിച്ചത് കൊണ്ട് തന്നെ ആ ആദ്യത്തെ ശ്രമം അവിടെ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമേരിക്ക ശ്രമിച്ചത് വേറൊരു വഴിക്കാണ്, ബർസാനി വഴി. അതായത് കുർദിസ്ഥാൻ വഴി ഒരു രഹസ്യവും എൻക്രിപ്റ്റഡ് ആക്കപ്പെട്ടതുമായിട്ടുള്ള ചാനൽ ഉണ്ടാക്കാൻ അവർ പിന്നീട് ശ്രമിക്കുകയാണ്. ആ വഴി വളരെ രഹസ്യമായിട്ട് അവർ കാര്യങ്ങൾ നീക്കി. ഈ കുർദിസ്ഥാൻ വഴിയുള്ള രഹസ്യ ചാനൽ മുഖേന അവർ നേരിട്ട് ഓഫർ കൊടുത്തത് സാക്ഷാൽ അഹമ്മദ് വാഹിദിക്കാണ്. ഇറാനിലെ മൂന്നാമത്തെ ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാവായിട്ടുള്ള അഹമ്മദ് വാഹിദിക്ക് തന്നെ അവർ നേരിട്ട് ഈ വലിയ ഓഫർ നൽകി. പണം വാങ്ങി പുതിയ സെറ്റപ്പിൽ പങ്കുചേരുക, അല്ലെങ്കിൽ യുദ്ധം തുടർന്ന് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടുക എന്നതായിരുന്നു വാഹിദിക്കും മറ്റ് നേതാക്കൾക്കും മുന്നിൽ വെച്ച അന്ത്യശാസനം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ കോഴ ഇടപാടിന്റെ മുഴുവൻ മേൽനോട്ടവും വഹിച്ചിരുന്നത് ട്രംപും അതുപോലെ തന്നെ വാൻസും നേരിട്ടായിരുന്നു. മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയല്ല ചെയ്ത്. ട്രംപ് ആൻഡ് വാൻസ് നേരിട്ടാണ് ഈ രഹസ്യ പദ്ധതി മുഴുവൻ കൺട്രോൾ ചെയ്തത്. ഇത്രയും വലിയൊരു കോഴ ഓഫർ നേരിട്ട് വന്നിട്ടും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കണം. അമേരിക്ക വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അവിടെ നടന്നില്ല. കാരണം അഹമ്മദ് വാഹിദി ഈ വലിയ ഓഫർ പൂർണ്ണമായിട്ടും നിരസിക്കുകയാണ് ഉണ്ടായത്. എത്ര വലിയ തുകയാണെങ്കിലും അദ്ദേഹം ആ പണം വാങ്ങിയില്ല എന്ന് മാത്രമല്ല, ഈ വിവരം അദ്ദേഹം കൃത്യമായിട്ട് റസായി വഴി ഇറാന്റെ സുപ്രീം ലീഡറെ അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വലിയ ഡീല് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്ന വിവരം സുപ്രീം ലീഡറുടെ അടുത്ത് തന്നെ അവരെത്തിച്ചു. സുപ്രീം ലീഡർക്ക് ഈ വിവരം കിട്ടിയതിനു ശേഷം അമേരിക്കക്ക് ഇതിനൊരു മറുപടി കൊടുക്കാൻ, അതായത് ഈ ഓഫർ നിരസിച്ച മറുപടി ലഭിക്കാൻ ഏകദേശം 3 മാസത്തോളം സമയമെടുത്തു എന്നുള്ളതാണ്. വാഹിദിയെ ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അതോ സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഇറാന്റെ തന്ത്രമാണോ ഇതെന്ന കാര്യം ഇനിയും വ്യക്തമല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്ന് നമ്മൾ നോക്കണം. ഒരു വശത്ത് അമേരിക്ക ഇറാനെതിരെ നടത്തിയ യുദ്ധം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. മറുവശത്ത് IRGC നേതാക്കൾക്ക് ബില്യൺ ഡോളർ കൊടുത്തുകൊണ്ടുള്ള കോഴ പ്ലാനും പൂർണ്ണമായിട്ടും തോറ്റു. യുദ്ധവും തോറ്റു, കോഴയും തോറ്റു. അതുകൊണ്ട് തന്നെ കടുത്ത ഉപരോധങ്ങൾ എന്ന പ്ലാനിലേക്കാണ് ഇനി അവർ കടക്കുന്നത്. മാക്സിമം പ്രഷർ കൊടുക്കുന്ന ഉപരോധങ്ങളുടെയും കടുത്ത സമ്മർദ്ദങ്ങളുടെയും പുതിയ ഘട്ടം ഏതാണ്ട് ഈ സമയത്ത് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്ലാന് പൂർണ്ണമായിട്ടും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിലും ആ വഴിയിലേക്കാണ് കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ അവിടെ വെച്ച് അവസാനിക്കുന്നില്ല. യുദ്ധമുഖം ഇപ്പോൾ സൈബർ ലോകത്തേക്ക് വളരെ വേഗത്തിൽ മാറിയിരിക്കുകയാണ്. വളരെ വലിയ രീതിയിലുള്ള സൈബർ യുദ്ധമാണ് ഇപ്പോൾ രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നത്. ഇതിന്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ദ ടെലഗ്രാഫ് പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ സർക്കാരുമായിട്ട് ബന്ധമുള്ള ഹാക്കർമാര് UK ഒരു പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനിൽ നുഴഞ്ഞു കയറി 4 ദിവസത്തേക്ക് അതിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തിവെപ്പിച്ചു എന്നുള്ളതാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചു കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ സൈബർ ആക്രമണം നടന്നത്. ബ്രിട്ടൻ അവരുടെ സൈനിക താവളങ്ങൾ അമേരിക്കക്ക് ഉപയോഗിക്കാൻ കൊടുത്തു എന്ന വാർത്തകൾക്കിടയിലാണ് ഇത് സംഭവിച്ചത്. സുരക്ഷാ കാരണങ്ങളാൽ ആ പവർ സ്റ്റേഷന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല. ഒറ്റയടിക്ക് വലിയൊരു നാശമുണ്ടാക്കുക എന്നതിനേക്കാൾ തങ്ങളുടെ ഹാക്കർമാർക്ക് UK പ്രധാന സിസ്റ്റങ്ങളിൽ കയറാൻ പറ്റുമോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇത് UK മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അമേരിക്കയിലെ 12 വാട്ടർ നെറ്റ്വർക്കുകൾക്ക് നേരെയാണ് ഇതിനിടയിൽ ആക്രമണം ഉണ്ടായത്. ഇതിന് പിന്നിൽ ഇറാനാണ് എന്നാണ് ആരോപിക്കപ്പെട്ടത്. അമേരിക്കയുടെ സ്വന്തം മണ്ണിലെ 12 വാട്ടർ നെറ്റ്വർക്കുകൾ ഒരേ സമയം ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്നത് വലിയൊരു സുരക്ഷാ പ്രശ്നം തന്നെയാണ്. ഇനി ഇസ്രായേലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് ഇതിനേക്കാൾ വലുതാണ്. ജർമ്മൻ പത്രമായിട്ടുള്ള ഡൈ വെൽറ്റിനോട് സംസാരിക്കവേ ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ജൂൺ മാസം മാത്രം ഇസ്രായേലിനെതിരെ ഇറാൻ 4800 സൈബർ ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ്. കേവലം ഒരു മാസത്തിനുള്ളിൽ 4800 തവണയാണ് ഇസ്രായേലി സിസ്റ്റങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെട്ടത്. അത്രയും ഭീകരമായിട്ടുള്ള രീതിയിലാണ് ഈ സൈബർ യുദ്ധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ സൈബർ യുദ്ധവും മറ്റു ഭീഷണികളും വെറും മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത് യൂറോപ്പിലേക്കും വളരെ വേഗത്തിൽ വ്യാപിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബൾഗേറിയ അവരുടെ ഒരു സൈനിക താവളം ഉപയോഗിക്കാനും അവിടെ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങളും സൈനിക ഉപകരണങ്ങളും വിന്യസിക്കാനും അമേരിക്കയെ അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ തങ്ങളുടെ നിയമപരമായിട്ടുള്ള ടാർഗറ്റുകൾ ആകുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. ബൾഗേറിയയിലുള്ള അമേരിക്കൻ ബേസിനെ ടാർഗറ്റ് ആക്കുമെന്ന
വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഭീഷണി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഈ ഭീഷണി വെറും ബൾഗേറിയയിൽ മാത്രമല്ല നിൽക്കുന്നത്. അത് ബാൽക്കൻസ് മേഖലയിലേക്കും അതേപോലെ തന്നെ അടുത്തുള്ള സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുന്നതിലേക്കും ഇത് വ്യാപിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ പുറമെയാണ് ഹോർമുസ് കടലിടുക്കിലെ ഫൈബർ ഒപ്റ്റിക് കേബിളുകളെ ലക്ഷ്യമിടുമെന്ന മറ്റൊരു വലിയ ഭീഷണിയും വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര ആശയവിനിമയ ബന്ധങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന വലിയൊരു ഭീഷണിയാണിത്. ഇതൊക്കെ കണ്ടിട്ട് നാറ്റോ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ റെഡിനെസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തങ്ങൾ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണ് എന്ന് നാറ്റോ പറയുന്നു. പക്ഷേ ഇവിടെയുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനിലെ യുദ്ധം കാരണം സാമ്പത്തികമായിട്ടും ആയുധ ശേഖരത്തിന്റെ കാര്യത്തിലും വ്യോമ പ്രതിരോധത്തിന്റെ കാര്യത്തിലും യൂറോപ്പ് ഇപ്പോൾ തന്നെ വലിയ സമ്മർദ്ദത്തിലാണ് ഉള്ളത്. അതിനിടയിലാണ് ഈ പുതിയ ഭീഷണി അവർക്ക് നേരിടേണ്ടി വരുന്നത് എന്നത് അവരുടെ ബുദ്ധിമുട്ട് ശരിക്കും കൂട്ടുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഓരോ രാജ്യങ്ങളും എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നോക്കുന്നത് വളരെ കൗതുകമുള്ള കാര്യമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ യുഎയിൽ നിന്ന് വളരെ വ്യത്യസ്തമായുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ദുബായ് വിമാനത്താവളത്തിനടുത്തുള്ള ഇന്ധന ടാങ്കുകൾക്കും മറ്റ് സെൻസിറ്റീവ് കേന്ദ്രങ്ങൾക്ക് ചുറ്റും വലിയ ഇരുമ്പ് കൂടുകളും വലകളും ഉപയോഗിച്ചിട്ട് സംരക്ഷണം തീർക്കുന്നതാണ് കണ്ടത്. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇസ്രായേലിന്റെ സഹായത്തോടെ സ്ഥാപിച്ച ഡിഫൻസിനും വേണ്ടി ബില്യൺ കണക്കിന് ഡോളർ ചെലവാക്കിയ ഒരു രാജ്യമാണ് യുഎഇ എന്ന് പറയുന്നത്. എന്നിട്ടും ഡ്രോണുകളെ നേരിടാൻ അവർക്ക് ഇത്തരം ഇരുമ്പ് കൂടുകളെയും വലകളെയും ആശ്രയിക്കേണ്ടി വരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതേസമയം ഇസ്രായേലിലെ നെതന്യാഹു ഒരു F-35 വിമാനത്തിന്റെ മോഡലും പിടിച്ച് ഗാസയിൽ നിന്ന് വരുന്ന സാധാ പട്ടങ്ങളെ നേരിടുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളോ തീപിടിക്കുന്ന വസ്തുക്കളോ ഒന്നുമില്ലാത്ത വെറും പട്ടങ്ങളുടെ പേരിലാണ് ഈ ഭീഷണി ഉണ്ടായിട്ടുള്ളത്. ഈ പട്ടങ്ങളുടെ പേരും പറഞ്ഞ് ഇസ്രായേൽ ആക്രമണം നടത്തുകയും നിരവധി കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഡ്രോണുകളെ നേരിടാൻ ഇസ്രായേൽ സൈന്യം 100ഓളം വ്യത്യസ്ത പരിഹാരങ്ങൾ പരീക്ഷിച്ചു നോക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഡാറുകൾ ഉപയോഗിച്ചിട്ട് വരുന്ന ഡ്രോണിനെ കണ്ടെത്തി അതിനെ നേരിടാൻ മറ്റൊരു ഇന്റർസെപ്റ്റർ ഡ്രോൺ വിട്ട് വലയെറിഞ്ഞ് പിടിക്കുന്ന ഒരു സിസ്റ്റം വരെ അവരുണ്ടാക്കി. തെക്കൻ ലെബനാനിലെ അവരിത് പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു. പക്ഷേ അതും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾക്ക് യാതൊരുവിധ ഇലക്ട്രോണിക് സിഗ്നേച്ചറും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ അത് വലിയൊരു വെല്ലുവിളിയായിട്ട് തുടരുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.